ഇല്ല. ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ നീ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ പ്രിയൻ ചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബവും എപ്പോഴും നിന്റെ കൂടെ നിൽക്കും. നീ ധൈര്യമായിട്ടിരിക്കും. പ്രിയൻ ചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നെ സ്വീകരിച്ച അത് അവരുടെ വിശാല മനസ്കതയാ. പക്ഷെ ഞാൻ കാരണം ആ കുടുംബത്തിന്റെ സമാധാനം നശിക്കും. സമൂഹത്തിന്റെ മുന്നില് അവർക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. ഞാനൊരിക്കലും അവരോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യില്ല. ദ്രോഹത്തെ പറ്റി നീ ഒരുപാട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. പ്രിയൻ ചേട്ടനെയും അദ്ദേഹത്തിന്റെ അമ്മയും ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി വന്നത് ദ്രോഹം അല്ലേ? നിനക്ക് അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹിച്ച ജീവിതം നയിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രം. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ പ്രിയൻ ചേട്ടനാണോ എന്ന് മീര ആയിഷയൊക്കെ സംശയിച്ച പോലെ വേറെ ആരും സംശയിക്കരുത്. ഞാൻ കാരണം പ്രിയൻ ചേട്ടന് ഒരു ചീത്തപ്പേരുണ്ടാവരുത്. നാട്ടുകാരെന്ത് പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇന്ന് അവരെ കാണാത്തതുകൊണ്ട് പ്രിയൻ ചേട്ടനും അദ്ദേഹത്തിന്റെ അമ്മയും എന്തുമാത്രം വേദനിക്കുന്ന നീ ചിന്തിച്ചോ? നാട്ടുകാരെ പേടിച്ച് നീ പ്രിയൻ ചേട്ടനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തില് അദ്ദേഹം നിന്റെ കൈ വിട്ടു പോവും. അത് നീ മനസ്സിലാക്കിക്കോ. പ്രിയൻ ചേട്ടന്റെ ജീവിതം നന്നാവാൻ എന്നിൽ നിന്ന് അകലുകയാണ് വേണ്ടത്. ഞാൻ അതിന് തയ്യാറാ. ഇങ്ങനെ പറയാൻ വേണ്ടിയാണോ നാട് വിട്ട് പോന്നെന്ന പ്രിയൻ ചേട്ടനെ കരഞ്ഞു മനസ്സ് മാറ്റി എല്ലാവരോടും പോരാടി നീ സ്വന്തമാക്കിയത്? നീ ചെയ്യാൻ പോകുന്നത് വളരെ വലിയ തെറ്റാ. നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിക്കരുത്. ഇതിലും കൂടുതൽ എന്റെ ജീവിതം എന്ത് നശിക്കാനാ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട.